Subscribe now. നമസ്കാരം, എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ടോപ്പിക്കാണ്. ഇതിൽ PSC ആവർത്തിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ പ്രധാന വാണിജ്യ വിള ഏത്? റബ്ബർ. മൺസൂൺ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം, എറണാകുളം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. തമിഴ്നാട് സംസ്ഥാനം രൂപീകൃതമായത് 1950 ജനുവരി 26. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ചെന്നൈ. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ചെന്നൈ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്, 2004. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള തുറമുഖം തൂത്തുക്കുടി, തമിഴ്നാട്. കർണാടക രൂപീകരിച്ചത് 1956 നവംബർ 1. രൂപീകൃതമായ സമയത്ത് കർണാടക അറിയപ്പെട്ടിരുന്ന പേര് മൈസൂർ. ഇന്ത്യയിലെ ആദ്യ പുകരഹിത ഗ്രാമം വ്യാജകുറഹള്ളി. കർണാടക സംസ്ഥാനത്തിന്റെ പ്രധാന നൃത്തരൂപം യക്ഷഗാനം. കർണാടകയിലെ പ്രധാന ഉത്സവം ദസറ. കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2008. കർണാടകയിലെ ഏറ്റവും ചെറിയ ജില്ല കുടക്. കർണാടകയിലെ പ്രമുഖ തുറമുഖം ന്യൂ മാംഗ്ലൂർ. കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്ദരദാസൻ. ISROയുടെ ആസ്ഥാനം ബംഗളൂരു. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരളത്തിലെ നാളികേര ഗ്രാമം ഏത്? കുമ്പളങ്ങി, എറണാകുളം. കേരഫെഡിന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യയുടെ ജന്മസ്ഥലം കർണാടക. ISAC സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച്, ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം തമിഴ്നാട്. തെക്കേ ഇന്ത്യയുടെ ധാന്യ കലവറ, കർഷകരുടെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലം തഞ്ചാവൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം കൂടംകുളം. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. തമിഴ് ഭാഷ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ കാലഘട്ടം സംഘകാലഘട്ടം. കേരള സംസ്ഥാനം നിലവിൽ വന്ന തീയതി 1956 നവംബർ 1. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം മാഹി. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. കേരളത്തിന്റെ മത്സ്യത്തൊട്ടി കുട്ടനാട്, ആലപ്പുഴ. നഗരവാസികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ജനസംഖ്യ വളർച്ച നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കർണാടക സംസ്ഥാന പുഷ്പം താമര. കർണാടകയുടെ പ്രധാന ഭാഷ കന്നഡ. ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടക. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കർണാടക. IT നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ ആദ്യമായി ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം കർണാടക. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി പിങ്ക് സാരഥി വാഹനങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കർണാടക. ഏറ്റവും കൂടുതൽ സൂര്യകാന്തി പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ വർഷം സംസ്ഥാനം തമിഴ്നാട്. വനിതാ കമാൻഡോ പോലീസ് വിഭാഗം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. നവോദയ വിദ്യാലയം ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.